ന്യൂസ് റൺസിനി ന്യൂസ് 18 തന്നെ ആദ്യം പുറത്തുവിട്ട ഒരു വാർത്തയുടെ തുടർച്ചയിലേക്കാണ് പോകുന്നത്. കേരളത്തിലെ തന്നെ CPM-ന്റെ ഏറ്റവും പ്രധാനപ്പെട്ട മുഖങ്ങളിൽ ഒന്നാണ് ജി സുധാകരൻ എന്നത് നമുക്കറിയാം. അദ്ദേഹം മന്ത്രിയായിരുന്നു. ആ മന്ത്രിയായിരുന്ന കാലഘട്ടത്തിലടക്കം ഏതെങ്കിലും തരത്തിലുള്ള അഴിമതി ആരോപണങ്ങളൊന്നും അദ്ദേഹത്തെ വേട്ടയാടിയിട്ടില്ല. രാഷ്ട്രീയമായ പ്രതികരണങ്ങൾ അങ്ങേയറ്റം രൂക്ഷമായി നടത്തുകയും എന്നാൽ സൗമ്യ സ്വഭാവത്തോടു കൂടി പ്രത്യേകിച്ച് അദ്ദേഹത്തിൻ്റെ കവിതകൾ പോലും രാഷ്ട്രീയം പറയുന്ന കവിതകൾ പോലും രാഷ്ട്രീയ കേരളം ഏറെ ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്നതാണ്. അങ്ങനെയുള്ള ജി സുധാകരൻ കഴിഞ്ഞ കുറേ നാളുകളായി CPM-മായി അകലം പാലിക്കുന്നു. പ്രത്യേകിച്ച് ജില്ലാ നേതൃത്വവുമായി അദ്ദേഹത്തിന് അസ്വാരസ്യങ്ങൾ ഉണ്ട് എന്നത് ന്യൂസ് 18 തുടർച്ചയായി പ്രേക്ഷകരിലേക്ക് എത്തിച്ചിരുന്ന വാർത്തയാണ്. ആ അസ്വാരസ്യം അതിൻ്റെ പാരമ്യതയിൽ എത്തി നിൽക്കുന്ന സാഹചര്യത്തിലായിരുന്നു CPM-ന്റെ മെമ്പർഷിപ്പ് പുതുക്കാൻ അദ്ദേഹം തയ്യാറാകുന്നില്ല എന്ന വാർത്ത ന്യൂസ് 18 കഴിഞ്ഞ ദിവസം പുറത്തുവിട്ടത്. പിന്നീട് അത് സുധാകരൻ തന്നെ സ്ഥിരീകരിക്കുന്ന സാഹചര്യമുണ്ടാകുന്നു. വാർത്ത പുറത്തു വന്നതിന് പിന്നാലെ CPM-ന്റെ നേതാക്കൾ പ്രത്യേകിച്ച് MA ബേബി ഉൾപ്പെടെയുള്ളവർ തനിക്കറിയില്ല എന്ന തരത്തിലാണ് പ്രതികരിച്ചത് എങ്കിൽ പോലും ന്യൂസ് 18 നൽകിയ വാർത്ത ശരിവെക്കുന്ന സാഹചര്യമുണ്ടാകുന്നു. അങ്ങനെ ഇപ്പോഴിതാ ജി സുധാകരനെ അനുനയിപ്പിക്കാനുള്ള നീക്കം ആണ് ഇപ്പോൾ നടക്കുന്നത് എന്നതാണ് പ്രേക്ഷകരുമായി പങ്കുവെക്കേണ്ട വിവരം. പ്രത്യേകിച്ച് കഴിഞ്ഞ ദിവസം MV ഗോവിന്ദന്റെ ഭാഗത്ത് നിന്നുണ്ടായ പ്രതികരണം അത് അങ്ങേയറ്റം ജി സുധാകരനെ വേദനിപ്പിച്ചു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ അദ്ദേഹം അത് വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. ഈ സാഹചര്യത്തിലാണ് MV ഗോവിന്ദനെ അനുനയിപ്പിക്കാനുള്ള നീക്കം ഇപ്പോൾ നടക്കുന്നത്. താൻ കഴിഞ്ഞ ദിവസം പരിഹസിച്ചതല്ല എന്ന് MV ഗോവിന്ദൻ പറഞ്ഞു വെക്കുന്നു. അതോടൊപ്പം തന്നെ MV ഗോവിന്ദൻ ജി സുധാകരനുമായി ബന്ധപ്പെട്ടതിന് പുറമെ ജില്ലാ നേതൃത്വവും ഇതുമായി ബന്ധപ്പെട്ട് അനുനയ നീക്കങ്ങൾ നടത്തി. പ്രത്യേകിച്ച് ജില്ലാ സെക്രട്ടറി R നാസർ ഫോണിൽ വിളിച്ചു. ഒപ്പം അംഗത്വം പുതുക്കണമെന്ന് ആവശ്യപ്പെട്ടു. പക്ഷേ ആ ആവശ്യത്തോട് ഇപ്പോഴും ജി സുധാകരൻ മുഖം തിരിച്ചു നിൽക്കുന്നു എന്നത് തന്നെയാണ് വിവരം. വാർത്തയുടെ വിശദാംശങ്ങളുമായി ശരണ്യ സ്നേഹജൻ ആണ് ചേരുന്നത്. ശരണ്യ, ഇപ്പോഴും സുധാകരൻ അനുനയ നീക്കങ്ങളോട് മുഖം തിരിക്കുന്നു എന്നതാണല്ലോ വിവരം. പാർട്ടി കേന്ദ്രങ്ങളിൽ മറ്റു തുടർ നീക്കങ്ങൾ ഉണ്ടോ? എന്താണ് വിവരങ്ങൾ? അഭിലാഷ്, ജി സുധാകരനെ സംബന്ധിച്ച് തീരുമാനങ്ങൾ എടുത്തു കഴിഞ്ഞാൽ അതിൽ നിന്ന് മാറുന്ന ശൈലിയുള്ള ഒരാളല്ല എന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. അതിൽ തന്നെ അദ്ദേഹവുമായി ഇടപെടുമ്പോൾ നമുക്ക് മനസ്സിലായിട്ടുള്ളത്. കാരണം പല ഘട്ടങ്ങളിലായി കഴിഞ്ഞ 5 വർഷ കാലയളവിൽ പല ഘട്ടങ്ങളിലായി അദ്ദേഹം താൻ നേരിടേണ്ടി വരുന്ന അപമാനങ്ങളെക്കുറിച്ച് അസ്വസ്ഥനായി അത് പുറത്തേക്ക് പറയുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. പലപ്പോഴും നമ്മൾ തന്നെ അത്തരം സാഹചര്യങ്ങൾ റിപ്പോർട്ട് ചെയ്തു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതായിരുന്നു 5 വർഷ കാലയളവിൽ കഴിഞ്ഞ 5 വർഷത്തിന്റെ തുടക്കത്തിൽ അദ്ദേഹം പറഞ്ഞ ഒരു വാക്ക്. അതായത് പൊളിറ്റിക്കൽ ക്രിമിനലിസമാണ് ആലപ്പുഴയിൽ നടക്കുന്നത് എന്ന് അദ്ദേഹം തുറന്നു പറയുന്ന ഒരു അവസ്ഥ ഉണ്ടായിരുന്നു. അന്ന് ഈ പൊളിറ്റിക്കൽ ക്രിമിനലിസം എന്ന് അദ്ദേഹം മാധ്യമങ്ങൾക്ക് മുന്നിൽ പറഞ്ഞ് ഇത്രയും നാൾ പിന്നിടുമ്പോൾ ഏകദേശം 5 വർഷത്തോളം ഈ സർക്കാരിന്റെ തുടക്കകാലത്തായിരുന്നു അത്തരത്തിലൊരു ആക്ഷേപം ജി സുധാകരൻ ഉന്നയിച്ചത്. അതിനുശേഷം ഇപ്പോൾ ഈ 5ാമത്തെ വർഷം എത്തി നിൽക്കുമ്പോൾ അതിന്റെ ഒരു സാഹചര്യം എന്ന് പറയുന്നത് തീർച്ചയായും വളരെ മോശമായ ഒരു അവസ്ഥയിലാണ് എന്നുള്ളതാണ്. അത് ജി സുധാകരൻ കുറെ കാലം അതിനെ പ്രതിരോധിക്കാൻ ശ്രമിച്ചു. ഏറ്റവും ഒടുവിലായി ജി സുധാകരൻ അതിൽ നിന്നും മടുത്ത് പിന്മാറുന്ന ഒരു രീതിയിലേക്ക് കാര്യങ്ങൾ വരുന്നു. അതിൽ തന്നെ സ്ഥാനാർത്ഥിത്വം അടക്കമുള്ള വിഷയങ്ങളും ഇതിനകത്ത് കാരണം ആയി വരുന്നുണ്ട്. കാരണം 2 ടേം വ്യവസ്ഥയിലാണ് ജി സുധാകരൻ മാറ്റി നിർത്തപ്പെടുന്നത്. അങ്ങനെ ജി സുധാകരൻ, തോമസ് ഐസക് ഉൾപ്പെടെയുള്ള പ്രമുഖർ മാറ്റി നിർത്തപ്പെടുന്നത്. അങ്ങനെ മാറ്റി നിർത്തപ്പെടുമ്പോഴും അതിനകത്ത് പ്രധാനമായും ഈ 75 എന്നുള്ള ഒരു പ്രായപരിധിയുടെ അടിസ്ഥാനത്തിൽ ഇവരെ മാറ്റുന്നു. മറ്റ് സംസ്ഥാന കമ്മിറ്റി അടക്കമുള്ള അവയിൽ നിന്ന് മാറ്റി നിർത്തുന്നു. അതോടൊപ്പം തിരിച്ച് വളരെ സജീവമായ രാഷ്ട്രീയ രംഗത്ത് നിന്നിരുന്ന ഈ ആളുകൾ, പ്രത്യേകിച്ച് ജി സുധാകരനൊക്കെ മന്ത്രിയായി തൊട്ട് പിന്നാലെയാണ് ഇങ്ങനെ ഒരു വനവാസം പോലെ, രാഷ്ട്രീയ വനവാസം പോലത്തെ ഒരു അവസ്ഥയിലേക്ക് മാറ്റപ്പെടുന്നത്. അപ്പോൾ അങ്ങനെ വരുന്ന ആളുകള് പിന്നെ ഒരു കാരണവശാലും നേതൃത്വത്തിൽ ഇടപെടാനോ അല്ലെങ്കിൽ നയിക്കാനോ ഉള്ളൊരു അവസരം കൊടുക്കരുത് എന്നുള്ളൊരു കൃത്യമായ അജണ്ട ആലപ്പുഴയിലെ പാർട്ടിക്ക് ഉണ്ടായിരുന്നു. അവർ അത് പരമാവധി പ്രയോജനപ്പെടുത്താൻ ശ്രമിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. പ്രത്യേകിച്ച് ജി സുധാകരൻ വളരെ കർക്കശക്കാരനായിട്ടുള്ള ഒരു രാഷ്ട്രീയ നേതാവാണ്. അദ്ദേഹത്തിന്റെ കേഡർ സ്വഭാവം അത് ഒരു കാരണവശാലും അത്തരം കാര്യങ്ങളിൽ വിട്ടുവീഴ്ച ചെയ്യില്ല. ഈ എല്ലാ കാര്യങ്ങളിലും ഇടപെടും. അതുമാത്രമല്ല അഴിമതിയുടെ കാറ പുരളാത്ത ഒരാൾ കൂടിയാണ്. അപ്പോൾ ആ രീതിയിൽ വളരെ സ്ട്രിക്റ്റായി പാർട്ടി നേതൃത്വത്തിൽ നിൽക്കുന്ന സമയത്ത് ഉണ്ടായിരുന്ന ഒരാളാണ്. അങ്ങനെ ഒരാള് പെട്ടെന്ന് DC ഓഫീസിൽ എത്തിയാൽ പോലും ആർക്കും അറിയാത്ത രീതിയിലുള്ള ഒരു പ്രതികരണത്തിലേക്ക് കാര്യങ്ങൾ എത്തി തുടങ്ങിയതോടെയാണ് ഈ കാര്യങ്ങൾ അങ്ങേയറ്റം വഷളായി തുടങ്ങുന്നത്. കാരണം നമുക്കറിയാം, അമ്പലപ്പുഴയിൽ ജയം ഉണ്ടായതിനു ശേഷം വീണ്ടും പരാതി പോകുന്നു.
അത് വേണ്ട രീതിയിൽ ഇടപെടൽ ജി സുധാകരന്റെ ഭാഗത്ത് മുൻ മന്ത്രി എന്ന നിലയിലും മുൻ ജനപ്രതിനിധി എന്ന നിലയിലും ഉണ്ടായില്ല എന്നുള്ള പരാതി ജയിച്ചെടുത്ത് നിന്ന് ഇപ്പോൾ തിരുവനന്തപുരത്തേക്ക് പോകുന്നു. പിന്നീട് ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ ജി സുധാകരന്റെ പേരെടുത്ത് പറഞ്ഞിട്ടുള്ള ഒരു വിമർശനം ഉള്ള റിപ്പോർട്ട് അടക്കമുള്ള കാര്യങ്ങളിലേക്ക് പോവുകയും ജി സുധാകരൻ പിന്നീട് അതിന് സംസ്ഥാന കമ്മിറ്റിയിൽ അദ്ദേഹം ഇരിക്കെ തന്നെ അതിന് മറുപടി പറയേണ്ട അവസ്ഥയും ഒക്കെ വരുന്നുണ്ടായിരുന്നു. അപ്പോൾ ജയിച്ചെടുത്താണ് സുധാകരൻ വീണ്ടും ടാർഗറ്റ് ചെയ്യപ്പെട്ടത് എന്നുള്ളത് സുധാകരനെ വലിയ രീതിയിൽ അത് മാനസികമായി ബാധിച്ചിട്ടുണ്ട് എന്ന് തന്നെ നമുക്ക് പറയാം. കാരണം 11,000 വോട്ടിന് വിജയിച്ച ഒരു സ്ഥലത്ത് ഇങ്ങനെ ഒരു അന്വേഷണം വരികയും തന്നെ പരസ്യമായി അപമാനിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തുകയും ചെയ്തു. അതും താനുമായി ഏറ്റവും അടുത്ത ബന്ധമുണ്ടായിരുന്ന ജി സുധാകരന്റെ ഏറ്റവും അടുത്ത അനുയായി ആയിരുന്ന എച്ച് സലാം തന്നെ ജി സുധാകരനെതിരെ പരാതി കൊടുക്കുക. അത് വലിയ രീതിയിൽ അമർഷം സുധാകരന് ഉണ്ടായിരുന്നു. കാരണം അതിനകത്ത് തന്നെ ബോധപൂർവം ഇരയാക്കുന്നതാണോ എന്നുള്ള ഒരു സംസ്ഥാന നേതൃത്വം, പ്രത്യേകിച്ച് ഈ ആലപ്പുഴയിലെ പാർട്ടിയല്ല, മറിച്ച് സ്റ്റേറ്റിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഏറ്റവും പ്രധാനപ്പെട്ട അനുയായിയായിരുന്നു ജി സുധാകരൻ. അപ്പോൾ മുഖ്യമന്ത്രി അടക്കമുള്ളവർ മൗനം പാലിച്ചുകൊണ്ട് തന്നെ ഇതിനകത്തേക്ക് തള്ളിവിടുന്ന ഒരു സാഹചര്യം ഉണ്ട് എന്നുള്ള, അല്ലെങ്കിൽ മാറ്റി നിർത്താനുള്ള ശ്രമം നടക്കുന്നുണ്ട് എന്നുള്ള ചിന്ത ജി സുധാകരനിൽ തുടങ്ങിയിട്ട് 5 വർഷക്കാലം ആകുന്നു എന്ന് തന്നെ നമുക്ക് പറയാം. അതിൽ നിന്ന് തിരിച്ച് ഇങ്ങോട്ട് വന്ന് നമുക്കറിയാം, സംഘടനാ നടപടി കഴിഞ്ഞ് ജി സുധാകരൻ ആലപ്പുഴയിലേക്ക് വരുമ്പോൾ ആദ്യം നമ്മൾക്കാണ് അദ്ദേഹം പ്രതികരണം നൽകുന്നത്. അന്ന് DC ഓഫീസിലേക്ക് കടന്നു വന്ന ജി സുധാകരൻ അവിടെ പി കെ ചന്ദ്രാനന്ദന്റെ മുറിയുണ്ട്. അദ്ദേഹത്തിന്റെ മുറിയിൽ കയറിയിരുന്ന് അന്ന് പ്രതികരിച്ച ജി സുധാകരൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞത് താൻ DC-യിലേക്ക് പോകണം, PKCയുടെ മുറി ഉപയോഗിക്കാം, അവിടെ ഇരുന്ന് പാർട്ടിയുടെ കാര്യങ്ങൾ നോക്കണമെന്ന് പറഞ്ഞുകൊണ്ട് പിറ്റേ ദിവസം ഈ തിരുവനന്തപുരത്തെ മീറ്റിംഗിന് ശേഷം ജി സുധാകരൻ ആലപ്പുഴയിലെ DC ഓഫീസിലേക്ക് വരികയാണ്. പക്ഷേ പിന്നീട് ആ ജി സുധാകരൻ എന്ത് സംഭവിച്ചു എന്ന് ചോദിച്ചാൽ, ആ DC ഓഫീസിൽ എത്തുന്ന ജി സുധാകരന് യാതൊരു വിലയും ഇല്ലാതായി തുടങ്ങിയതോടെയാണ് അവിടേക്ക് ജി സുധാകരൻ എത്താതായത് എന്നുള്ളതാണ്. അതിന് തൊട്ട് മുമ്പ് വരെ വലിയ രീതിയിൽ അദ്ദേഹത്തെ സ്വീകരിച്ച, അധികാര സമയത്ത് അദ്ദേഹത്തെ വലിയ രീതിയിൽ സ്വീകരിച്ച സ്വന്തം അദ്ദേഹത്തിന്റെ ശിഷ്യന്മാരെന്ന് തന്നെ പറയാം ഇവിടെയുള്ള ഈ നിര, ഇവർ കണ്ടില്ലെന്ന് നടിക്കുന്ന ഒരു ഭാവത്തിലേക്ക് കൃത്യമായി എത്തി ഏറ്റവും ഒടുവിൽ വന്നു നിൽക്കുകയാണെങ്കിൽ പുന്നപ്ര വയലാർ അനുസ്മരണ വാർഷിക വാരാചരണ പരിപാടിയിൽ പോലും ജി സുധാകരൻ, അതായത് ദീപശിഖ VS ശേഷം ദീപശിഖ തെളിക്കുന്ന ആളാണ് ജി സുധാകരൻ, അവിടേക്ക് പോലും എത്തിക്കാത്ത രീതിയിലേക്ക് കാര്യങ്ങൾ എത്തിയത് ഇപ്പോൾ ഏറ്റവും ഒടുവിലത്തെ MV ഗോവിന്ദന്റെ അത് അടഞ്ഞ അധ്യായം എന്ന പ്രതികരണവും, ഒപ്പം തന്നെ നിലവിലത്തെ സാഹചര്യത്തിൽ ഒരു പരിഗണനയുമില്ലെന്ന പരിഹാസ ചിരിയോടെ കൂടിയുള്ള മറുപടിയും ജി സുധാകരൻ 63 വർഷക്കാലത്തെ സൂചിപ്പിക്കുന്ന പോലെ ആ പരിഹാസ ചിരി തന്നെയാണ് ഏറ്റവും കൂടുതൽ സുധാകരനെ ചൊടിപ്പിച്ചത് എന്ന് വേണം മനസ്സിലാക്കാൻ. പ്രത്യേകിച്ച് ഞങ്ങളുടെ പ്രതിനിധി VV അരുൺ ആയിരുന്നു ആ ചോദ്യം ആയി ഉന്നയിച്ചത്. ആ ചോദ്യത്തിന്റെ മറുപടി കൂടിയായിരുന്നു. നമുക്ക് ആ ദൃശ്യങ്ങളൊന്ന് വളരെ പെട്ടെന്ന് കാണാം. എന്തായിരുന്നു ആ വാർത്താ സമ്മേളനത്തിൽ നടന്നത്? ഇപ്പോൾ അദ്ദേഹം പറയുന്നത്, അതായത് MV ഗോവിന്ദൻ പറയുന്നത് താൻ അങ്ങനെ പരിഹസിച്ചിട്ടില്ല, അത് മാധ്യമങ്ങൾ തെറ്റായി വ്യാഖ്യാനിക്കുകയായിരുന്നു എന്നുള്ളതാണ്. ഒരിക്കൽ കൂടി അതൊന്ന് കണ്ടു നോക്കാം. ഒരു പരിഗണനയില്ല. ഒരു പരിഗണനയും ഇല്ല എന്ന് വളരെ കൃത്യമായി പറയുന്ന സാഹചര്യം. അതായത് ശരണി, ഇതിപ്പോൾ സംഘടനാ തലത്തിൽ ഏതൊക്കെ നിലയിൽ ആണ് സുധാകരൻ മാറ്റി നിർത്തപ്പെട്ടത് എന്നതാണ് ശരണി പറഞ്ഞത് എങ്കിൽ, അദ്ദേഹം ഒരു ജനപ്രതിനിധിയായിരുന്നു, മന്ത്രിയായിരുന്നു. ആ കാലയളവിലടക്കം ചെയ്തിട്ടുള്ള ഒട്ടേറെ പ്രവർത്തനങ്ങൾ, MLA ഫണ്ടടക്കം വിനിയോഗിച്ചുകൊണ്ടുള്ള പദ്ധതികൾ, പിന്നീട് പലപ്പോഴും ആ സുധാകരൻ്റെ അക്കൗണ്ടിൽ വരേണ്ട ചില പ്രൊജക്റ്റുകൾ, ആ പ്രൊജക്റ്റുകളുമായി ബന്ധപ്പെട്ട് നടന്നിട്ടുള്ള പരസ്യങ്ങൾ, അതിൽ നിന്നൊക്കെ സുധാകരനെ മാറ്റി നിർത്തുന്ന, അല്ലെങ്കിൽ ഇത് സുധാകരൻ്റെ കാലഘട്ടത്തിലോ സുധാകരൻ്റെ ഫണ്ടിൽ നിന്നോ ഒക്കെയാണ് എന്നത് മറച്ചു വെക്കുന്ന ഒരു പാർട്ടി സമീപനം പാർട്ടിയുടെ ഭാഗത്ത് നിന്ന് ആ നിലയിലും ഉണ്ടായിട്ടുണ്ടല്ലോ. അതും സുധാകരനെ ഒരു പരിധിവരെയെങ്കിലും ചൊടിപ്പിച്ചിട്ടുണ്ടല്ലോ. ആലപ്പുഴയിലെ പ്രധാനപ്പെട്ട പ്രോജക്റ്റുകളെല്ലാം, അതായത് കഴിഞ്ഞ ഒന്നാം പിണറായി സർക്കാരിന്റെ സമയത്ത് ഉണ്ടായ പദ്ധതികളാണ്. ജി സുധാകരൻ പൊതുമരാമത്ത് മന്ത്രിയും ഒപ്പം തന്നെ തോമസ് ഐസക് ധനകാര്യ മന്ത്രിയുമായിരുന്ന സമയത്ത് ആ ഒരു കൂട്ടുകെട്ട് ആലപ്പുഴയ്ക്ക് ഒരുപാട് ഗുണം ചെയ്തിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് പറയാതിരിക്കാൻ കഴിയില്ല. ഇപ്പോൾ ഏറ്റവും ഒടുവിലായി അടുത്ത ദിവസം ഉദ്ഘാടനം ചെയ്യപ്പെടുന്ന പടഹാരം പാലം, AC റോഡ്,
അതായത് 1000 കോടി രൂപയ്ക്ക് മേലുള്ള പ്രോജക്റ്റാണ് AC റോഡ്. പടഹാരം പാലം ഉദ്ഘാടനം ചെയ്യുന്നു. അതായത് കുട്ടനാട്ടിലൂടെ കടന്നു പോകുന്ന ഹരിപ്പാട് അടക്കമുള്ള മേഖലയെ ബന്ധിപ്പിക്കുന്ന ഏറ്റവും മനോഹരമായ ഒരു റൂട്ട്. എത്ര കാലം ആ ഒരു നിർമ്മാണം അവിടുത്തെ ജനത ആവശ്യപ്പെട്ടിരുന്നു എന്നറിയോ. അങ്ങനെ ആ ഒരു പാലം അവിടെ ഉദ്ഘാടനം ചെയ്യപ്പെടുന്നു. ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ടത് പെരുമ്പളം ദ്വീപിലേക്കുള്ള പാലം. ഏറ്റവും സർക്കാർ വളരെ ആഘോഷത്തോടു കൂടി കൊണ്ടുവരുന്ന പ്രോജക്റ്റ് ഉദ്ഘാടനം ചെയ്യാൻ 7-ാം തീയതി വെച്ചിരിക്കുന്നതാണ് ഈ AC റോഡും ഈ പെരുമ്പളം പാലവും ഒക്കെ. പെരുമ്പളം എന്ന് പറഞ്ഞാൽ പെരുമ്പളം ദ്വീപിലേക്കുള്ള മനുഷ്യർ, അവിടെ വളരെ കുറച്ച് ജനസംഖ്യയാണുള്ളത്. എന്നാൽ അവർക്ക് വേണ്ടി ഇത്രയും ഇപ്പോൾ കേരളത്തിലെ തന്നെ ഏറ്റവും നീളം കൂടിയ ഒരു കായലിലൂടെയുള്ള ഒരു പാലമാണത്. അപ്പോൾ അങ്ങനത്തെ ഒരു പ്രോജക്റ്റ് എന്തുകൊണ്ട് ഇത്രയും വർഷക്കാലം നടന്നില്ല? ആ പ്രോജക്റ്റ് ഉൾപ്പെടെയുള്ള പ്രധാന നിർമ്മാണങ്ങൾ ആലപ്പുഴയുടെ മുപ്പാലം 4 പാലമായി നിർമ്മിക്കുന്നു. ആലപ്പുഴയുടെ നഗര ഹൃദയത്തിൽ ഇപ്പോൾ വരുന്ന മാറ്റം എലിവേറ്റഡ് പാതകൾ ഉൾപ്പെടെ നിർമ്മിച്ചു വരുന്ന ആലപ്പുഴ നഗരത്തിലെ ജില്ലാ കോടതി പാലത്തിന്റെ വികസനം, ഈ പ്രോജക്റ്റുകളെല്ലാം, കൊമ്മാടി പാലം ഉൾപ്പെടെയുള്ള ഈ പ്രോജക്റ്റുകളെല്ലാം വന്നിരിക്കുന്നത് 1ാം പിണറായി സർക്കാരിന്റെ കാലത്ത് G. സുധാകരൻ പൊതുമരാമത്ത് മന്ത്രിയായിരിക്കെ, തോമസ് ഐസക് ധനമന്ത്രിയായിരിക്കെ ആലപ്പുഴയിൽ വന്ന പ്രോജക്റ്റുകളാണ്. നമ്മൾ ഇപ്പോൾ പറയുകയാണെങ്കിൽ തന്നെ ഈ പ്രോജക്റ്റുകൾ, ആലപ്പുഴയിൽ വന്ന പ്രോജക്റ്റുകൾ, ഈ മണ്ഡലങ്ങൾ, വിവിധ മണ്ഡലങ്ങളിലായി വന്ന പ്രോജക്റ്റുകൾ ഉദ്ഘാടനം ചെയ്യപ്പെട്ടത് അവരുടെ കാലത്ത് 3/4 ഭാഗത്തോളം പണി തീർന്ന് ഉദ്ഘാടനം ചെയ്യപ്പെട്ടത് ഈ സർക്കാർ, 2ാം പിണറായി സർക്കാരിന്റെ കാലത്തു നിന്നുള്ള. ഇപ്പോഴുള്ള ജനപ്രതിനിധികളുടെ കണക്കെടുത്താൽ എന്താണ് പുതിയ പ്രോജക്റ്റുകൾ എന്നുള്ള ചോദ്യം ചോദിക്കപ്പെടുന്നു. ഇതിൽ അഭിലാഷ് ഏറ്റവും ഇതിൽ നടക്കുന്ന ഉള്ളുകളികൾ ചില്ലറയല്ല. കാരണം ഒരു പാലം ഉദ്ഘാടനം അല്ലെങ്കിൽ ഇത്രയും വലിയൊരു പ്രോജക്റ്റ് ഉദ്ഘാടനം ചെയ്യപ്പെടുമ്പോൾ ആ പ്രോജക്റ്റ് ഒരു PWD എഞ്ചിനീയറുമായി നമ്മൾ സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞതാണ്, അതായത് പ്രോജക്റ്റ് ഉദ്ഘാടനം ചെയ്യപ്പെടുമ്പോൾ ഈ പ്രോജക്റ്റിനെ കുറിച്ച് ആദ്യം PWD ഒരു റിപ്പോർട്ട് അവതരിപ്പിക്കും. അതിൽ ഈ ആദ്യകാല സംഭാവനകളെ കുറിച്ച് അല്ലെങ്കിൽ ആരാണ് ശിലാസ്ഥാപനം നടത്തുകയും ഫണ്ട് അനുവദിച്ചതും അടക്കമുള്ള കാര്യങ്ങൾ വായിക്കാൻ അനുവദിക്കാറില്ല ഇപ്പോഴത്തെ ജനപ്രതിനിധികൾ എന്നുള്ളതാണ് യാഥാർത്ഥ്യമെന്ന് അവർ നമ്മളോട് പറയുമ്പോഴാണ് എത്രമാത്രം ഈ മുൻകാല നേതാക്കന്മാരുടെ അവരുടെ പങ്കാളിത്തം മറച്ചു വെച്ചുകൊണ്ടുള്ള, അതാണ് കഴിഞ്ഞ ദിവസം തോട്ടപ്പള്ളിയിലെ ഉദ്ഘാടന ചടങ്ങിനെ കുറിച്ച് G. സുധാകരൻ പരസ്യമായി എഴുതി വെച്ചത്. അതായത് അന്ന് മേഴ്സിക്കുട്ടിയമ്മ ഫിഷറീസ് മന്ത്രിയായിരിക്കെ G. സുധാകരൻ MLA മന്ത്രിയായിരിക്കെയാണ് ആലപ്പുഴയിൽ തോട്ടപ്പള്ളിയിൽ മത്സ്യത്തൊഴിലാളികൾക്കായിട്ടുള്ള ഒരു ഫ്ലാറ്റ് സമുച്ചയം, 300ഓളം ഫ്ലാറ്റുകളാണ് അവിടെ പണിത് നൽകാനായി ഉദ്ദേശിച്ചിരിക്കുന്നത്. ആ നിർമ്മാണം തുടങ്ങുകയും ഒക്കെ ചെയ്തത്. പക്ഷേ അതിന്റെ ശിലാഫലകം ഉദ്ഘാടന സമയത്ത് കാണാതാകുക എന്ന് പറയുമ്പോൾ, അതായത് അത് ഒരു ശിലയിട്ടത് മുതൽ അതിന്റെ ഉദ്ഘാടനം ആര് നിർവഹിക്കുന്നു, ഈ 2 കാര്യങ്ങളും പ്രസക്തമാണ്. അത് നീക്കം ചെയ്തു എന്ന് പറയുന്നത് ചരിത്രം മറക്കുന്നില്ല. അപ്പോൾ ഏറ്റവും ഒടുവിൽ ഒരാഴ്ച മുമ്പുള്ള സംഭവമാണ് ഈ പറയുന്നത്. അമ്പലപ്പുഴയിൽ നിന്നും അത് നീക്കം ചെയ്യപ്പെട്ടു എന്ന് പറയുമ്പോൾ ഈ രീതിയിൽ ആണ്, വളരെ വില കുറഞ്ഞ രീതിയിലാണ് പല കാര്യങ്ങളും അറ്റാക്ക് ചെയ്തുകൊണ്ട് പ്രകോപിപ്പിച്ചുകൊണ്ട് കൈകാര്യം ചെയ്യുന്നത് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. ആ യാഥാർത്ഥ്യത്തിന്റെ പുറത്താണ് ഇത്രയധികം ഇറിറ്റേഷൻ ആളുകളിൽ ഉണ്ടാക്കുന്നത് എന്നുള്ളതാണ്. ഇപ്പോൾ G. സുധാകരനെ സംബന്ധിച്ചിടത്തോളം ഒരുപക്ഷെ അമ്പലപ്പുഴയിൽ സോൾവ് ചെയ്യപ്പെടാവുന്ന പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷെ ആ സോൾവ് ചെയ്യാനുള്ള ഒരിടത്ത് പോലും പാർട്ടി ജില്ലാ സെക്രട്ടറിയോ G. സുധാകരൻ ഏറ്റവും അധികം വിശ്വസിച്ച പാർട്ടി സംസ്ഥാന നേതൃത്വമോ ഇടപെട്ടിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ആ യാഥാർത്ഥ്യത്തിന്റെ മടുപ്പ് തന്നെയാണ്, അതിന്റെ വാശി തന്നെയാണ് G. സുധാകരനെ മറ്റൊരു തലത്തിലേക്ക് ഇപ്പോൾ ചിന്തിപ്പിക്കുന്നത് എന്ന് പറയാം. ഇപ്പോൾ G. സുധാകരൻ അത് തന്നെയാണ് ഈ സൂചിപ്പിക്കുന്ന പോലെ. സാധാരണ നമുക്കറിയാം, തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ പല നേതാക്കൾക്കും അവസരം ലഭിക്കാതിരിക്കുക, മത്സരിപ്പിക്കാതിരിക്കുക, അതിലൊക്കെ പരാതിപ്പെട്ട് പരിഭവം പറഞ്ഞ് പാർട്ടിയോട് അകലം പാലിക്കുന്നവരുണ്ട്. എങ്കിൽ സുധാകരന്റെ കാര്യത്തിൽ അങ്ങനെയല്ല എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. അദ്ദേഹത്തെ തുടർച്ചയായി അവഗണിക്കുന്നു എന്ന ഒരു വിലയിരുത്തൽ പാർട്ടിക്കകത്ത് തന്നെ ഒരു വിഭാഗത്തിനുണ്ട്. എന്തായാലും ശരണ്യ, ഇപ്പോൾ നടക്കുന്ന മറ്റ് നീക്കങ്ങൾ എന്തൊക്കെയാണ്? ഇപ്പോൾ സുധാകരനെ സംബന്ധിച്ചിടത്തോളം ആലപ്പുഴയിൽ അദ്ദേഹത്തിന് വലിയ സ്വാധീനമുണ്ട് എന്നതിലൊന്നും തർക്കമില്ല. ഒരു പക്ഷേ ഇടഞ്ഞു നിൽക്കുന്ന സുധാകരൻ അത് വലിയ തോതിൽ പാർട്ടിയെ പ്രതിസന്ധിയിലാക്കുന്ന ഒരു സാഹചര്യമുണ്ടോ? പ്രത്യേകിച്ച് കോൺഗ്രസ് ഈ ഒരു രാഷ്ട്രീയ സാഹചര്യത്തെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? ഇപ്പോൾ സുധാകരനെ സംബന്ധിച്ചിടത്തോളം പലപ്പോഴും നമുക്കറിയാം, ഈ ന്യൂജൻ രാഷ്ട്രീയക്കാരുടെയൊക്കെ ഒരു രീതിയുണ്ട്. അവർ അങ്ങേയറ്റം മോശമായ ഭാഷയിൽ രാഷ്ട്രീയ എതിരാളികളെ ആക്രമിക്കുന്ന സാഹചര്യം, സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലൂടെ ഒരുപക്ഷെ മോശമായ ലാംഗ്വേജ് അടക്കം ഉപയോഗിക്കുന്ന ഒരു സാഹചര്യം. ഇവിടെ സുധാകരൻ്റെ ഒരു ചരിത്രം പരിശോധിച്ചാൽ അദ്ദേഹം പലപ്പോഴും കടന്നാക്രമിക്കാറുണ്ട് എങ്കിൽ പോലും രാഷ്ട്രീയ എതിരാളികളോട് എപ്പോഴും സ്വീകരിക്കുന്ന ഒരു സൗഹൃദമുണ്ടല്ലോ. ആ സൗഹൃദ സാധ്യതയൊക്കെ രാഷ്ട്രീയ എതിരാളികളെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനവുമാണല്ലോ. അവിടെ സുധാകരൻ ഈ ഇടഞ്ഞു തന്നെ മുന്നോട്ട് പോകാനുള്ള സാധ്യത എത്രത്തോളമാണ്? അങ്ങനെയെങ്കിൽ അതിനെ
ഏത് തരത്തിലുള്ള ഒരു അവസരമാക്കി മാറ്റാനായിരിക്കും കോൺഗ്രസ് അടക്കം ശ്രമിക്കുക? ശരണ്യ, അത് തന്നെയാണ് ഇന്നലെ എം വി ഗോവിന്ദൻ മാഷ് രാത്രി 10:30 ജി സുധാകരനെ ബന്ധപ്പെടാനുള്ള പ്രധാനപ്പെട്ട കാര്യവും. കാരണം ജി സുധാകരനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഒരു പാർലമെന്റേറിയൻ എന്ന രീതിയിൽ കേരളത്തിൽ മുഴുവൻ അംഗീകരിക്കപ്പെട്ട ഒരാളാണ്. അഴിമതിയുടെ കറ പുരളാത്ത പൊതുമരാമത്ത് വകുപ്പ് തന്നെ നമുക്കറിയാം. അങ്ങനെ ഒരു വകുപ്പിന്റെ മന്ത്രിയായിരുന്ന ഒരാൾ കൂടിയാണ്. സ്വാഭാവികമായും ഈ തെറ്റലുകളെല്ലാം തന്നെ മറ്റുള്ള രാഷ്ട്രീയ പാർട്ടികളും നിരീക്ഷിക്കുന്നുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. തുടക്കഘട്ടത്തിൽ തന്നെ പല പരസ്യ അഭിപ്രായങ്ങളും ജി സുധാകരൻ പറഞ്ഞു തുടങ്ങിയപ്പോൾ തന്നെ കോൺഗ്രസ് അടക്കം അദ്ദേഹം അത്തരത്തിലൊരു വിയോജിപ്പ് അറിയിച്ചു വരികയാണെങ്കിൽ അദ്ദേഹത്തിന് പിന്തുണയ്ക്കണം എന്നുള്ള കൂടിയാലോചന വളരെ നേരത്തെ മുൻപ് തന്നെ ആലപ്പുഴയിൽ ഉണ്ടായിരുന്നു. ആലപ്പുഴയിലെ നേതാക്കന്മാർക്ക് ആ ഒരു ഇതുണ്ട്. നേരത്തെ അഭിലാഷ് സൂചിപ്പിച്ചത് തന്നെയാണ്. ഇവരൊക്കെ തമ്മിൽ വ്യക്തിപരമായി നല്ല അടുപ്പം പുലർത്തുകയും രാഷ്ട്രീയമായി അവരുടെ ഭിന്ന അഭിപ്രായങ്ങൾ പ്രകടിപ്പിക്കുകയും ചെയ്യുന്ന ആളുകളാണ്. പക്ഷെ അവിടെയൊക്കെ വ്യക്തി എന്ന നിലയിൽ ഇവർക്കാർക്കും ജി സുധാകരനോടുള്ള അക്സെപ്റ്റൻസിന് ഒരു കുറവും ഇല്ല എന്നുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ ഇത് ഇപ്പോൾ നിലവിലത്തെ ഒരു സാഹചര്യത്തിൽ നമ്മൾ മനസ്സിലാക്കിയ ജി സുധാകരൻ എന്ന് പറയുന്നത്, ജി സുധാകരൻ ഈ ഒരു തീരുമാനത്തിൽ നിന്ന്, അതായത് പാർട്ടി മെമ്പർഷിപ്പിൽ നിന്ന് ജി സുധാകരൻ പിന്നോട്ട് അത് പുതുക്കി ഉള്ള ഒരു രീതിയിലേക്ക് വഴങ്ങി വരാനുള്ള സാധ്യത ഇല്ല എന്ന് തന്നെ നമുക്ക് പറയാം. അതിനും അപ്പുറത്തേക്ക് ജി സുധാകരൻ മറ്റൊരു രാഷ്ട്രീയ പാർട്ടിയിലേക്ക് ചേരാനും അദ്ദേഹം ഉദ്ദേശിക്കുന്നില്ല എന്നുള്ളതാണ്. അമ്പലപ്പുഴയിൽ ഒരു പക്ഷേ എച്ച് സലാം ഒഴികെ മറ്റാരെങ്കിലും സ്ഥാനാർത്ഥിത്വത്തിലേക്ക് വന്നിരുന്നെങ്കിൽ ഒരു പക്ഷേ ജി സുധാകരൻ, അത് കാരണം തുടക്കം മുതൽ ഇവർ തമ്മിലുള്ള ഒരു ഫൈറ്റ് അമ്പലപ്പുഴയിൽ നടക്കുന്നുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അത് എച്ച് സലാം ജി സുധാകരനെതിരെ പരാതി നൽകിയ ഘട്ടം മുതൽ അവർ തമ്മിൽ തെറ്റി. അത് മാനസികമായി ജയിച്ചെടുത്തൊരു പരാതി തനിക്കെതിരെ പോകുന്നു എന്നുള്ളൊരു സാധനം വന്ന സമയത്ത് തന്നെ അവർ തമ്മിൽ തെറ്റുന്നൊരവസ്ഥയുണ്ടായി. പിന്നീട് ഇതൊരു സൈബർ അറ്റാക്കിലേക്ക് വന്നപ്പോൾ അത് മോശം സൈബർ അറ്റാക്ക്, ഈ ലോക്കൽ കമ്മിറ്റി അംഗം ഉൾപ്പെടെ സുധാകരന്റെ പിതാവിനെ ഉൾപ്പെടെ ആക്ഷേപിച്ച് പോസ്റ്റ് ഇടുന്ന സാഹചര്യം ഉണ്ടായിട്ടും ആ ലോക്കൽ കമ്മിറ്റി അംഗത്തിന് കൂടുതൽ പ്രിവിലേജ് കൊടുക്കുകയാണ് അമ്പലപ്പുഴയിലെ പാർട്ടി ചെയ്തിട്ടുള്ളത്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ അടക്കം നിൽക്കുന്നത് കൊണ്ട് തന്നെ ഒരു വിധത്തിലും ഇവർ തമ്മിലുള്ള പ്രശ്നത്തെ പരിഹരിക്കാൻ അത് സലാമും ശ്രമിച്ചിട്ടില്ല, ജി സുധാകരനും ശ്രമിക്കാത്ത, വഴങ്ങാത്ത, അല്ലെങ്കിൽ സംസ്ഥാന നേതൃത്വം ഇടപെട്ട് പരിഹരിക്കാത്ത, അല്ലെങ്കിൽ ജില്ലയിലെ പാർട്ടിക്കാർ ഇടപെട്ട് പരിഹരിക്കാത്ത ഒരു വിഷയമായി നിൽക്കുകയാണ്. അതൊരു കീറാമുട്ടിയായി തന്നെ അമ്പലപ്പുഴയിൽ നിൽക്കുകയാണ്. ഒരു പക്ഷേ ഈ സ്ഥാനാർത്ഥിത്വത്തിലെങ്കിലും മാറ്റം വന്നിരുന്നെങ്കിൽ സുധാകരൻ കുറെ കൂടി വഴങ്ങുമായിരുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ആലപ്പുഴയിൽ നിന്ന് ഞങ്ങളുടെ പ്രതിനിധി ശരണ്യ നൽകുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് വിളക്കി ചേർക്കാനാകാത്ത വിധത്തിൽ സുധാകരൻ പാർട്ടിയിൽ നിന്ന് ഇപ്പോൾ അകലുന്നു എന്നത് തന്നെയാണ്. അതാണ് പാർട്ടിയുടെ അംഗത്വം പോലും സ്വീകരിക്കാൻ അദ്ദേഹം തയ്യാറാകാത്തത്. എന്തായാലും കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.